അപ്പോൾ നമുക്കൊരു മിനി ബൊക്കെ ഉണ്ടാക്കിയാലോ? എന്താ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക, അതിനെ നാലായിട്ട് മടക്കുക, എന്നിട്ട് മുറിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് വേണ്ടത്. അതിന് നടുക്ക് കൂടെ മടക്കി പിന്നെയും നടുക്ക് കൂടെ മടക്കണം. എന്നിട്ട് അവിടെ ഒരു വര കാണും ത്രികോണത്തിൽ. അങ്ങനെ മടക്കി നമുക്കൊരു ത്രികോണം കിട്ടും. പിന്നെയും മടക്കുക, പിന്നെയും മടക്കേണ്ടതാണ്. പക്ഷെ നമുക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ട് ആ ഒരു രണ്ടറ്റം ഉണ്ടല്ലോ, അത് രണ്ട് സൈഡിലേക്കും പിടിച്ചങ്ങ് മടക്കിക്കാളാം. അങ്ങനെ മടക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഷേപ്പ് കിട്ടും. അതിൻ്റെ അവിടെ ഇങ്ങനൊരു ഇതളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരക്കുക. എന്നിട്ട് ഒന്ന് മുറിക്കുക. മുറിച്ചാൽ നമുക്ക് 4 ഇതൾ കിട്ടും. ആ 4 പിന്നെ മുറിക്കാനുണ്ട്. ആദ്യം ഒരു പൂവിൻ്റെ ഒരു ഇതൾ മാത്രം മുറിച്ച് മാറ്റുക. അതിന് ശേഷം രണ്ടാമത്തെ മുറിക്കുക, അങ്ങനെ മൂന്നാമത്തെ മുറിക്കുക. ലാസ്റ്റത്തെ ഒരെണ്ണം മാത്രം മുറിക്കേണ്ട കേട്ടോ. ബാക്കി 3 ഓരോ ആദ്യത്തിൻ്റെ 1, രണ്ടാമത്തേൻ്റെ 2, മൂന്നാമത്തേൻ്റെ 3 അങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ഒട്ടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ വലുപ്പത്തിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക, ഒട്ടിക്കുക. നമുക്ക് ഇങ്ങനെ ഒട്ടിച്ച് വന്നാൽ നല്ലൊരു റോസാപ്പൂ കിട്ടും. അതിൻ്റെ ലാസ്റ്റത്തെ ആ ഒരു ഇതളുണ്ടല്ലോ, അത് ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. അത് നമുക്കിങ്ങനെ മടക്കാൻ പറ്റുന്നില്ല. ബാക്കി അതൊഴിക്കുക, ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് കുറച്ച് പശ ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു റോസാപ്പൂ കിട്ടും. കണ്ട, അങ്ങനെ 3 ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു തണ്ടും കൂടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണ്ടേ. ഞാൻ ആദ്യം വിചാരിച്ചു പച്ച കളർ കൊടുത്താലോ. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആൻഡ് റെഡാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പച്ച കൊടുത്ത ഒരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ റെഡിനെ തണ്ടിന് കൊടുക്കാൻ വിചാരിച്ചു. റെഡ് പേപ്പർ ഇങ്ങനെ മുറിച്ച് അതിനിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പശ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തണ്ടിൻ്റെ ഷേപ്പ് കിട്ടും. ഇങ്ങനെയല്ല. എന്നിട്ട് അതിനൊന്നും കൂടി ആ ഒരു അറ്റം ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിന് 3 മുറിക്കുക. അങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് അതിനൊന്ന് വിടർത്തി കഴിഞ്ഞാൽ ഒരു തണ്ടിൻ്റെ ഇങ്ങനെ പൂവിൻ്റെ അറ്റത്തൊക്കെ ഉണ്ടാവില്ലേ തണ്ടിൻ്റെ, അതുപോലെ കിട്ടും. അവിടെ കുറച്ച് ഗ്ലൂ ആക്കിയതിന് ശേഷം പൂ ഒട്ടിച്ചു കൊടുത്താൽ അത് നേരെ നിന്നോളും. അല്ലെങ്കിൽ അത് ഇളകി പോവാൻ ചാൻസ് ഉണ്ട് പെട്ടെന്ന്. അങ്ങനെ 3 പൂവും റെഡിയായി. ഇനി നമുക്ക് അതിൻ്റെ ബൊക്കേൻ്റെ ഒരു ഇത് ഉണ്ടാക്കിയാലോ. ഒരു പേപ്പർ എടുക്കുക. ജസ്റ്റ് നമുക്ക് പോപ്കോൺ അല്ല, നമ്മുടെ കപ്പലണ്ടി ഇങ്ങനെ കിട്ടുമല്ലോ, അതുമാതിരി കുമ്പിൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ റോസാപ്പൂ വെച്ച് കൊടുക്കുക. ഞാൻ താഴെ ഒരു ബോ കൂടെ വെച്ചിട്ടുണ്ട്, വെറുതെ ഒരു കാണാൻ രസത്തിന്. അപ്പം നമ്മുടെ ബൊക്കെ എങ്ങനെയുണ്ട്? മിനി ബൊക്കെ അടിപൊളിയായിട്ടില്ലേ?